വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് സുഞ്ചേട്ടനും കൂടെ ഉണ്ട്. അപ്പം കുറേ ദിവസമായി കുറേ ദിവസം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് 2 ആഴ്ചയോ 3 ആഴ്ചയോ കണ്ടായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. പ്രത്യേകിച്ചൊന്നും വിശേഷമൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ പുതിയൊരു അത് ഞാൻ പറഞ്ഞല്ലോ, എന്നാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റപ്പോഴേ സുഞ്ചേട്ടൻ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് സുബിൻ ചേട്ടാ. ഗുഡ് മോർണിംഗ്. ഇതെന്താ ചെയ്യാ? എനിക്കോ? ഓക്കെ, താങ്ക് യു. പിന്നെ ചോറടുപ്പത്തായി. ഇനി എന്തുവരും നമുക്ക് ചെയ്യാനുള്ള മീൻ കറി വെക്കണം. പിന്നെന്തുവാ, മീൻ പൊരിക്കണം. പിന്നെ നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാർ നടക്കത്തില്ലല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാടെ. വാങ്ങിച്ചേണ്ടുന്ന സാധനം ഞാൻ എവിടെ കൊണ്ടുവച്ചെന്ന് ഞാൻ ഓക്കെ. അപ്പം ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നത്. ചെറിയ രീതിയിലൊരു ഇൻഫെക്ഷൻ വന്നായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് ബ്ലഡിൽ പോയായിരുന്നു. അന്നേരം ബോഡി എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ എന്നാണ്ട ഓറഞ്ച് പൊള്ളിയാ ഇന്നാക്കിയപ്പോൾ ഞാൻ വെച്ച് പൊള്ളിയിരുന്നു. ഞാൻ ചോറ് വെക്കുക. സുബിൻ ചേട്ടാ കോലം നോക്ക്. രാവിലെ എഴുന്നേറ്റ് ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോയി അടുക്കളയിൽ. ഈ അരി ഭയങ്കര പാടാ വേദന. ഇതെന്താന്ന് നോക്കണ്ട. തുണി ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ഇവിടെ രണ്ടിടത്തും ഞാൻ കാണിച്ചുതരാം. ഇതാ ഇങ്ങനെയാ കാണാൻ. പക്ഷേ സുഞ്ചേട്ടൻ ഇടയ്ക്ക് ജോലിക്ക് പോകുമ്പം രാവിലെ ചോറ് കൊണ്ടുപോകും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ ചോറ് വെക്കാൻ നേരത്തെ എനിക്ക് ഈ 2 സൈഡും കാണാൻ നേരത്ത് പുറത്തുനിന്ന് ഇരുട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ സുഞ്ചേട്ടനോട് പറഞ്ഞപ്പോൾ സുഞ്ചേട്ടൻ ഞാൻ എന്തിനാണോ എന്തോ ഇങ്ങനെ കിതയ്ക്കുന്നത്. സുഞ്ചേട്ടൻ അവിടെ ഇങ്ങനെ തുണി ഇങ്ങനെ വെച്ച് ഒരെണ്ണം എൻ്റെ ബെഡ്ഷീറ്റും പന്നലായി ഇങ്ങനെ ഊട്ടയൊക്കെ വീണു. അതുകൊണ്ടാണ് അവിടെ അത് കെട്ടിയത്. ഇത് ഈ സൈഡിൽ എന്തുവാ ടേബിളിൻ്റെ മുകളിൽ കിടന്നത്. അത് രണ്ടും വെച്ച് സെറ്റാക്കി. ഇച്ചിരി വെയിലൊക്കെ വന്നിട്ട് മുറ്റം തൂക്കാനുണ്ട്. കരിയില കയറി കിടക്കാം. എന്നാലും തൂത്താൻ മുറ്റാണ് ഭയങ്കര കരിയില്ല. മുറ്റം കണ്ടോ സുഞ്ചേട്ടാ? ഇന്നലെ തൂത്ത കരിയില കണ്ടോ? ഇവിടെ ഇന്നലെ തൂത്തില്ലല്ലേ? ആ ഫ്രണ്ടിലാ തൂത്ത. സുഞ്ചേട്ടൻ്റെ വക ഇവിടെ ഭയങ്കര വിശാലമായ വൃത്തിയാക്കലായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു നമ്മൾ ലൈവ് നിർത്തിയോന്ന്. ശരിക്കും ഞങ്ങൾ ലൈവ് നിർത്തിയിട്ടില്ല കേട്ടോ. നിർത്തിയിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ലൈവ് ഇടായിരുന്നത്. ലൈവ് വരും. അതെ, ലൈവ് വരും. പിന്നെ എന്തുവാ ഒത്തിരി പേര് വന്ന് ചോദിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതെ, ഞങ്ങൾ ആദ്യമായിട്ട് ലൈവ് ഇടുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞ സുഞ്ചേട്ടൻ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ സുഞ്ചേട്ടൻ സൈഡിലിരുന്ന അതെനിക്കൊരു പേടി. അപ്പോൾ സൈഡിലിരുന്ന സുഞ്ചേട്ടനെ നിങ്ങൾ തന്നെയാ ചേട്ടാ വാ എന്ന് പറഞ്ഞ് വിളിച്ചു. ഇപ്പം എല്ലാവരും ഞങ്ങൾ വരുന്നില്ലയോ എന്ന് ചോദിക്കുന്നത്. അത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ നിർത്തിയിട്ടില്ല, ഞങ്ങൾ വരും. ഇത്തിരി സമയം എടുക്കും. പക്ഷെ 2 ദിവസം കൂടുമ്പം ഒരു ദിവസം ഇടാൻ ഇപ്പം ഞങ്ങൾ ശ്രമിക്കും. പക്ഷെ ഇച്ചിരി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരം ഇടുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ കുറച്ച് ജോലിയിലാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾ വിചാരിച്ച് ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന്. കാര്യം എന്നും ഇവിടെ ദോശ ഉണ്ടാക്കി മടുത്ത്. അത് നമ്മൾ വെച്ച് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന്. പക്ഷെ ഇന്ന് എഴുന്നേറ്റപ്പോഴത്തേക്ക് ലേറ്റ് ആയപ്പോൾ ഇന്ന് സുഞ്ചേട്ടന് പോകണ്ട. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സുഞ്ചേട്ടന് പോകണ്ട. അതുകൊണ്ട് ഞങ്ങൾ വെച്ച് പുട്ടുണ്ടാക്കാം. പുട്ടും ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി സെറ്റാവാന്ന് വിചാരിച്ചു. അലാറം അടിച്ച് ഈ മനുഷ്യരങ്ങ് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ അറിഞ്ഞതുമില്ല. പിന്നെ സുഞ്ചേട്ടൻ്റെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് സുഞ്ചേട്ടൻ പറഞ്ഞു ഇന്ന് നീ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു. എന്നിട്ട് സുഞ്ചേട്ടൻ രാവിലെ തേയിലട്ടിന് കണ്ടില്ല കേട്ടോ, അങ്ങനെ പാല് കച്ചിക്കൊണ്ട് തന്നു. പാലും കാച്ചി മുട്ടയും പുഴുങ്ങി കൊണ്ട് തന്നു. അതൊക്കെ ഞാൻ കഴിച്ചേട്ടോ. എന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്.
ഓക്കെ. ഇത് കഴിച്ചിട്ടൊക്കെ എടുക്കുന്നത്. യെസ്. പല്ലുതേപ്പും ഒക്കെ ഇനി കഴിഞ്ഞു. അല്ല ഇനി കഴിഞ്ഞു നല്ല പല്ലുതേപ്പൊക്കെ രാവിലെ കഴിഞ്ഞു. ഇനി കുളിക്കണം ഒന്ന്. വൈകിട്ട് അമ്പലത്തിൽ പോണ്ടേ? വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ മിസ്റ്റർ? എനിക്ക് ജോലി തിരക്കാനെ കൊണ്ടൊന്നും പറയില്ല. നിങ്ങൾ ജോലി തിരക്കാണ്. കുറച്ച് ചേട്ടൻ പിന്നെ നമ്മൾ ഈ ആന കരിമ്പുംകാട്ടി കയറുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് കണക്കാ സുഞ്ചേട്ടൻ അടുക്കളയിൽ കയറുന്നത്. നമ്മൾ എത്ര പെർഫെക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാലും ഒരു കറി ഉണ്ടാക്കാൻ ഒരു 100 പാത്രം എടുക്കും. പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ, എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ അടുക്കള ക്ലീൻ ആക്കിയിടും. പക്ഷെ ഞാൻ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല. എല്ലാം അതുപോലെ ക്ലീനും ആക്കിയിടും. ചോറ് വേവാനാണ് പാടുണ്ട. ചോറ് വേവാൻ ഭയങ്കര പാടാണ്. അതെ, ഗ്യാസ് ലാഭിക്കുക. ഞങ്ങൾ ഗ്യാസ് ലാഭിക്കാനുള്ള പരിപാടിയിലാണ്. ഈ വട്ടം ഗ്യാസിന് ഭയങ്കര വിലയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഗ്യാസ് ലാഭിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ എന്തുവാ, ഈ ചോറ് എപ്പോഴാണ് നമ്മൾ ഇട്ടത്? ഇപ്പം എനിക്ക് തോന്നുന്നു നല്ല ടൈമായി, 10 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മളിത് ഇട്ടത് 8 മണിയായപ്പോഴേ അടുപ്പത്തിട്ട്. പക്ഷെ ഇതുവരെയും 10 മണിയായി. നോക്കട്ടെ, കാണാൻ പറ്റുന്നില്ല. 10 മണി എങ്ങാണ്ട് കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഈ ചോറ് വന്നിട്ടില്ല. ഇതിനി 8 മണിക്കിട്ട ചോറ് വേവണമെങ്കിൽ 12:30 1 മണിയൊക്കെ ആവും. ഭയങ്കര വേവുള്ള അരിയാണ്. ഒരു ലോഡ് സാധനമുണ്ട്. ഇത് ഫുള്ളി ഞാൻ കഴിക്കത്തില്ല. സുഞ്ചേട്ടൻ്റെ അമ്മയുടെ നയിക്കുക. അമ്മ പോകുമ്പോൾ അടിച്ചു മാറ്റിയിടും. എന്തെങ്കിലും ഈ ആപ്പിൾ ഉണ്ടല്ലോ, ഇല്ല ചോറ് പോലിരിക്കണം കണ്ടോ, ഒരു കറുമുറില്ല. അതുകൊണ്ട് എനിക്ക് ഈ ആപ്പിൾ ഇഷ്ടമാണ്. ചോറിന് ഇഷ്ടമാണ്. തണ്ണിമത്തങ്ങ ഇഷ്ടമേ അല്ലായിരുന്നു, ഇപ്പോൾ ഇഷ്ടമാണ്. വെള്ളം കുടിക്കണമല്ലോ, അതുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ തണ്ണിമത്തങ്ങ പോലെ എന്തോ കയ്യിൽ പുള്ളിയോ സുഞ്ചേട്ടൻ മോതിരം ഒരു വെച്ച്, സുഞ്ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മോതിര അല്ലേ സുഞ്ചേട്ടാ? ഈ മോതിരം കണ്ടോ? ഇതെൻ്റെ അമ്മയുടെ മോതിര. അമ്മ പോയപ്പം അടിച്ചു മാറ്റി. സുഞ്ചേട്ടൻ്റെ അടുത്ത് മീൻ കണ്ടിക്കാനുള്ള പരിപാടിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം ഫുള്ള് സുഞ്ചേട്ടനാണ്. ഞാൻ മീൻ കണ്ടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു, മീൻ കണ്ടിക്കാനൊക്കെ പഠിച്ചു. മീൻ കണ്ടിക്കുന്നതിനെക്കാട്ടും എൻ്റെ അപ്പോഴും മീൻകറി വെക്കും, ഒട്ടുക്കത്തെ ടേസ്റ്റ്. എനിക്ക് മറ്റേ തേങ്ങ അരച്ച മീൻകറി ഇഷ്ടം, പുളിമുളക് മീൻകറി ഇഷ്ടമല്ല. പക്ഷെ സുഞ്ചേട്ടൻ ഉണ്ടാക്കിയതിൻ്റെ അമ്മയെ കുടമ്പുളിയൊക്കെ ഇട്ട് ഒരു ഒട്ടുക്കത്തെ ടേസ്റ്റ്. ഞാൻ പോലും അത്ര ഇതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കും, എന്താ രസമാണോ അതുമല്ല എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ സുഞ്ചേട്ടൻ ഉണ്ടാക്കുന്നേടാ. ഇന്നലെ സുഞ്ചേട്ടൻ ഉണ്ടാക്കി, ഇന്ന് സുഞ്ചേട്ടൻ്റെ സ്പെഷ്യൽ മീൻകറിയാ. ബാക്കി മീനാണോ ഫ്രിഡ്ജിൽ വെക്കുന്ന? പേപ്പറിൽ വെക്കല്ലേ, കവറിലും വെക്കല്ലേ, പാത്രത്തിലാണോ? 2 3 മീൻ വേണം വറക്കാൻ. മുമ്പേ ഇവിടെ മീൻ വാങ്ങത്തില്ലായിരുന്നു. സുഞ്ചേട്ടൻ മീൻ കഴിക്കത്തില്ലല്ലോ, ഞാൻ മാത്രമല്ലേ കഴിക്കൂടാ. ഇപ്പൊ മീൻ സ്ഥിരം വാങ്ങിക്കും. 2 ആഴ്ച കൊണ്ട് മീൻ വാങ്ങിക്കും അല്ലേ നമ്മള്? എന്താ പിച്ചാത്തിയാണോ? ഫോൺ ഓണാക്കല്ലേ, ലിക്വിഡ് വെള്ളത്തില ഉള്ളി തൊലിക്കുന്നു. സുഞ്ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കല്ലേ? എഴുതിക്കൂടില്ല. എന്തോ പറഞ്ഞു. എനിക്ക് സുഞ്ചേട്ടൻ 1 ടാസ്ക് തന്നു, കാണിച്ചു തരാം. കണ്ട, ഇത് ഒട്ടും ഇഷ്ടമില്ല വെളുത്തുള്ളി. പിന്നെയും തൊലിക്കാൻ ഇഷ്ടമാണ് എനിക്ക്, ചുമന്നുള്ളി തൊലിക്കാൻ ഇഷ്ടമല്ല. അതില് കുഞ്ഞ് വെളുത്തുള്ളി. ഇതെന്ത് എന്റെ മൂക്കിരിക്കുന്ന വെളുത്തുള്ളി തൊലിയാണോ? പിന്നെ ഇന്ന് നമ്മൾ ചിലപ്പോൾ ലൈവ് വരും ഗൈസ്. അത് ഈ വീഡിയോ ഇടുമ്പോഴല്ലേ, ഈ വീഡിയോ എന്നായിരിക്കും ഇടുന്നത് ചേച്ചി? വെട്ടം സ്വിച്ച് ഓഫ്, ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയി. കുക്കു ചേച്ചി വിളിച്ചായിരുന്നു, അതാ ഞാൻ ഇത്ര നേരം വീഡിയോ എടുക്കാൻ. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വെക്കത്തില്ല, ഞങ്ങൾ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വെളുത്തുള്ളി അങ്ങ് വാടിപ്പോയി.
വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയല്ലേ ഇപ്പോൾ, അതുകൊണ്ട് വെളുത്തുള്ളി കമ്മി എടുക്കുന്നു. പിന്നെ ഇത് തൊലിച്ചിട്ട് വേണം മീൻകറി വെക്കാൻ. ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞ് പോയല്ലേ, ആരും വിട്ടില്ല. വൈകിട്ട് അമ്പലത്തിൽ പോവല്ലേ, അപ്പൊ കുളിക്ക്. ഇവിടെ സുനേട്ടൻ എന്ത് പറഞ്ഞത്? തണ്ണിമത്തനും ആപ്പിളും അതാ ഓറഞ്ചും കൂടെ കൊണ്ടുവന്നു. ഓറഞ്ച് ഞാൻ കഴിച്ച്, തണ്ണിമത്തനും ആപ്പിളും അങ്ങോട്ട് കഴിക്കാൻ വരത്തുണ്ട്. മനുഷ്യ ഓടിപ്പോയതിനകത്ത് ജ്യൂസ് അടിച്ചോണ്ട് തന്നു. കൊള്ളാം കേട്ടാ. ഇഷ്ടപ്പെട്ടില്ല? പിന്നെ ഇപ്പൊ പറഞ്ഞു വല്ലാത്ത ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലെന്നാണോ പറഞ്ഞത്? ഞാൻ വെച്ച് വല്ലാത്ത ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോ നല്ലതാണെന്നായിരിക്കും. നമ്മള് വെള്ളം കുടിക്കണം ഗൈസ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. വെള്ളം കുടിച്ചില്ലെങ്കിൽ മാസം 2-3 വട്ടമൊക്കെ ആശുപത്രി പോവാം. കുഞ്ഞാട്ട അതെ ഇച്ചിരി കൂടുതൽ പറയും. അല്ല, ആശുപത്രി പോകേണ്ട കാര്യം പറഞ്ഞില്ലേ? ആശുപത്രി കേസ് വന്നതിനെ കൊണ്ടാ ഇത്രയും സീനായത്. ഇത്രയും ദിവസം ഗ്യാപ്പ് ഇട്ടത്. ആശുപത്രി കേസ് വന്നോണ്ടാ ലൈവും വീഡിയോസും എല്ലാം ലേറ്റ് ആവുന്നത്. ആശുപത്രി എന്ന് വെച്ചാൽ എത്ര ആശുപത്രി പോയല്ലേ. എനിക്ക് ഒരു ഇനി എന്ത് ജോലി? നീ മീൻ പൊരിക്കുക, മീൻ വറക്കാന്ന്. മീൻ പൊരിക്കുക, കറി വെക്കുക, പിന്നെ ചോറ് വിശാലമായിട്ട് തിന്ന് ഒന്ന് കിടന്നുറങ്ങുക, എഴുന്നേക്കുക, കുളിക്കുക, അമ്പലത്തിൽ പോവുക. സുഞ്ചേട്ടൻ്റെ പാചകം കൂടെ നമ്മുടെ അരിച്ചിലൊന്നും നടക്കത്തില്ല. നമ്മൾ അരിയുന്ന പോലെ അരിഞ്ഞ് കഴിഞ്ഞാൽ സുഞ്ചേട്ടൻ പറയും ഞാൻ ഉണ്ടാക്കുന്ന കറിയല്ലേ. ചട്ടി കഴുകി വെച്ചേക്കാണോ? എല്ലാം റെഡിയാക്കി വെച്ചേക്കാണോ? ഈ പക്ഷേ സുഞ്ചേട്ടൻ അടിപൊളിയായിട്ട് കണ്ടിച്ച് ഇതെനിക്ക് പൊരിക്കാൻ വേണ്ടി മസാല ഇട്ട് വെച്ചേക്കുന്നു. അല്ല, മസാല ഇടാൻ വേണ്ടി വെച്ചേക്കുന്നു. അയ്യോ, മസാല ഇട്ട് വെച്ചായിരുന്നെങ്കിൽ അങ്ങ് ഫ്രിഡ്ജിലോട്ട് നമുക്ക് വെക്കാറുണ്ട്. വെച്ച് കഴിയുമ്പോൾ അങ്ങ് പൊരിക്കായിരുന്നു. ഇത് ചെയ്യല്ലേ. എനിക്കാണെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടുമ്പോഴേ കൈ അഴലും. ഇങ്ങനെ ആക്കിയാൽ ചതയ്ക്കണമെന്നുണ്ട്, പക്ഷെ ചതയ്ക്കണ്ട. എനിക്ക് ചതയ്ക്കാനൊന്നും. ചതച്ച് ഇന്നലെ സുഞ്ചേട്ടൻ എങ്ങനെ ഉണ്ടാക്കിയേ? ഇങ്ങനെയല്ലേ? അതാ ടേസ്റ്റ് എന്ന് തോന്നുന്നു. ഇന്നലെ ഒട്ടിപ്പിൾ ടേസ്റ്റ് ആയിരുന്നു. ഇന്നലെ സുഞ്ചേട്ടനെ മീൻകറി വെച്ചാൽ ഇന്നലെ എനിക്ക് വയ്യായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താ പോലെ അന്നേരത്തേക്ക് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു ഇച്ചിരി നേരം. അപ്പം സുഞ്ചേട്ടൻ എന്താണെന്ന് അറിയാമോ, ചോറും റെഡിയാക്കി കറിയും വെച്ചിട്ട് സുഞ്ചേട്ടൻ ഇങ്ങനെ ബെഡിൽ കൊണ്ടുവരുന്നിട്ട് സുഞ്ചേട്ടൻ പറഞ്ഞ എഴുന്നേക്ക് ചോറായിരുന്നു. അയ്യോ, എനിക്കാണെങ്കിൽ എണ്ണിക്കാൻ വയ്യായിരുന്നു കേട്ടോ. പശുമോണം, ഒടുക്കത്തെ മോണം. എന്നിട്ട് ഇന്നലെ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറയട്ടെ സുഞ്ചേട്ടൻ? മീൻകറി, മീൻ പൊരിച്ചത് ഇന്നലെ ഉണ്ടാക്കിയില്ല. മീൻകറി, ബീൻസ് തോരൻ, പിന്നെ മെഞ്ഞാത്ത സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും. ഭയങ്കര മണമായിരുന്നു. പൊടിമുളകൊന്നും മടുത്തില്ല. എനിക്കാണെങ്കിൽ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അതാണ് ഇഷ്ടം. തേങ്ങാക്കറി എനിക്ക് ഇഷ്ടം, പൊടിമുളക് ഇഷ്ടം. ഞാൻ തേങ്ങാക്കറി വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. മീനിന്റെ ചാറേ കൂട്ടത്തുള്ളൂ, മീൻ കൂട്ടത്തില്ല. ഞാനല്ല ടസൻ ചേട്ടൻ. ഇവിടെ ഉള്ള മീൻ തന്നെ കൊണ്ട മീൻ വാങ്ങിച്ചത്. നമുക്ക് മീനോ കാര്യങ്ങളൊന്നും നമുക്ക് പിടിക്കത്തില്ല. നമ്മള് മീൻകറിയുടെ ചാറ് കൂട്ടും. അതിനെ കൊണ്ട് ഇച്ചിരി ഗ്രേവി തോനെ ഉണ്ടാക്കും മീൻകറിയുടെ ചാറ് കൂട്ടാൻ. ഊണ് റെഡി. അതെ, ഊണ് റെഡി. ഇത് നമ്മളെ പുളിഞ്ചിക്കയുടെ ചാറ്, ഇത് പുളിഞ്ചിക്ക, ഇത് മത്തിക്കറി, ഇത് ഇന്ന് വെച്ച മത്തിയുടെ കഷ്ണവും ഇന്നലത്തെ ചാറും. ഇന്ന് വെച്ച ചാറ് നാളെ കൂട്ടുമ്പോഴേ അടിപൊളി. ഇന്നലത്തെ ചാളയുടെ ചാറായത്. ഇത് മത്തി പൊരിച്ചത്, ഇത് ബീൻസ് തോരൻ. ഫുഡ് കഴിക്കാൻ പോകുന്നു. 2 പ്ലേറ്റാണ്, വലിയ പ്ലേറ്റ്. ഇതിനകത്താകുമ്പോഴേ ചൂട് ചോറാണ്, ആവി പറക്കുന്ന ചോറ്. കാണാൻ പറ്റുന്നുണ്ട് ആവി. പക്ഷെ ആവി പറക്കുന്നുണ്ട്. ആവി വേണമെങ്കിൽ പറക്കണ കാണിച്ചേന്ന്. അത് പാടാ. പറക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റത്തില്ലേ. ഇത് നമ്മള് ചോറ് ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഭയങ്കര ചൂട്. അല്ലെങ്കിലേ കഴിക്കുമ്പോ ഒരു ഇത് കിട്ടത്തില്ല. ചൂട് തരാം. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് വന്നു. അയ്യോ, എന്റെ കൊലം നോക്കെ.
വൈകിട്ട് കുളിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു മിഠായും കൂടെ തിന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങാം. ഞാൻ മാത്രം കേട്ടോ, സുഞ്ചേട്ടൻ ഫ്രണ്ടിൽ പോയി സിനിമ കാണുന്നു. ഭയങ്കര ചൂട് വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ കാണാം. അല്ല, ചായ കുടിക്കാൻ എത്തണം. സുഞ്ചേട്ടൻ്റെ കഴിക്കാൻ ബിസ്ക്കറ്റ്. എനിക്ക് വാങ്ങിച്ചത്, പക്ഷേ കൊള്ളത്തില്ല. കുറേ നാളായി ഗുഡായി തിന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചായയും എനിക്കിതോ ഞാനാണത് ഞാൻ കഴിക്കത്തില്ല. പിന്നെ ഇച്ചിരി നേരം ഉറങ്ങുള്ളൂ അല്ലേ സുന്ദേട്ടാ? ഒരു അരമണിക്കൂറല്ലേ? വെള്ളം പോലെ. എനിക്ക് കട്ടിയായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല ചായ. ഞാൻ 3:50 ഞാൻ പോയി കിടന്നപ്പോൾ. അല്ല 3:50 3:30 ആയപ്പോൾ കിടന്ന്. ഉറക്കം വന്നപ്പോൾ 3:50 കണ്ടായിരുന്നു ഫോണിൽ കുത്തിക്കൂട്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് 4:30 ആയപ്പോൾ സുന്ദേട്ടൻ വന്ന് ചായ കുടിക്കാൻ വാന്ന് പറഞ്ഞു. പക്ഷെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകുന്നു. വണ്ടി എടുക്കുന്നില്ലല്ലോ? വണ്ടി എടുക്കുന്നില്ല, തൊട്ടപ്പുറത്താ. എത്ര മണിയായി സുന്ദേട്ടാ? 6 മണിയായോ? 6 മണിയായി. ഞങ്ങൾ 5:30 ആകുമ്പോൾ അമ്പലത്തിൽ പോകുന്ന വിചാരിച്ചാ നടന്നു പോകുന്നു. എന്തോ ശരിക്കും എന്തോ അവിടുന്ന് ഇതോ അങ്ങോട്ട് അമ്പലം, പക്ഷെ നമ്മൾ റോഡിൽ കൂടെ പോകാന്ന് വിചാരിച്ച്. ഇതാ ഇത് കണ്ടോ, കറുത്തുടുപ്പിട്ട് അമ്പലത്തിൽ പോന്നോ? അങ്ങനെ കറുത്തുടുപ്പിട്ട് അമ്പലത്തിൽ പൊക്കൂടെന്നല്ലേ പറയുന്നു. ഞങ്ങളിപ്പോൾ താമസിച്ചു പോയി. ദൂണ്ടമ്പലം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ വിചാരിച്ചു എന്തോ അവിടെ അമ്പലം. അതാ പറഞ്ഞ. ഞങ്ങൾ കുറച്ച് ലേറ്റ്. അതില്ല, കോഴിക്കട ഉള്ള അതല്ല ഞാൻ പറഞ്ഞ. ഓക്കെ, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ഒത്തിരി ദിവസം കൊണ്ട് കഴിക്കണം അമ്പലത്തിൽ പോണമെന്ന്. വൈറ്റമിൻ സി ഇല്ല, ഓരോരുത്തർ ആ പൂവാണ് കൂട്ടാൻ നോക്കുന്നത്. അതിന്റെ ചുമപ്പുണ്ട് പൂവിന്റെ. ഇവിടെയൊക്കെ റോഡൊക്കെ ആരോ കരിച്ചേക്കുന്നു. ആരെങ്കിലും തീയിട്ട് കൊടുത്തായിരിക്കും. ഫുള്ള് ഉണങ്ങി ഇന്നല്ലേ, ഫുള്ള് കത്തിപ്പോയി. നീ കടയിൽ കയറണം, ചരട് വാങ്ങണം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഫോണിടല്ലേ സുന്ദേട്ടാ? ഫോണിട്ടല്ലേ എന്ന് പറഞ്ഞ സുന്ദേട്ടനും ചരട് കിട്ടി, ഞാനും ചരട് കിട്ടി. സുന്ദേട്ട അവിടെ വന്നപ്പോ പറയാം എന്തൊരു സമാധാനം തന്നെ. വീട്ടിലോട്ട് ഇരിക്കുന്നതിനെക്കാട്ടിലും അമ്പലത്തിൽ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു സുന്ദേട്ട വല്ലപ്പോഴും നമുക്ക് അമ്പലത്തിലൊക്കെ പോകണം, അപ്പൊ നമുക്കൊരു മനസ്സിന്റെ ആശ്വാസം കിട്ടുന്നു അല്ലേ? ഇനി നമ്മൾ കൂടെ പോവല്ലേ? മാസത്തിൽ ഒരു ദിവസം ഓക്കെ, ചരട് മാറ്റി മാസം. അതെ, കറുപ്പ് ചരട് അടുത്തോട്ടം കറുപ്പ് വാങ്ങാം. പിന്നെ ഭദ്രാളിയുടെ അമ്പലം കൊണ്ട് പിന്നെ പ്രശ്നമില്ല. കഴിഞ്ഞോട്ടം നമ്മൾ എവിടുന്നാ ചരട് പിടിച്ചിട്ടേ? കഴിഞ്ഞോട്ടം മറ്റേ അമ്പലത്തിൽ നിന്നല്ലേ? അവിടെ വെള്ളപ്പുറം. നമ്മൾ പാറിനെ കൊണ്ട് പോന്ന. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ എല്ലാരും ചോദിച്ചു കുഞ്ഞെന്തിയെന്ന്. പാറു നമ്മുടെ കുഞ്ഞാന്ന് പറഞ്ഞിരിക്കും എല്ലാരും. വീട്ടിലാന്ന് പറഞ്ഞു. അതെ, പാറു അങ്ങ് പാറിന്റെ വീട്ടിലാന്ന് പറഞ്ഞു. അതെ. അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കുമ്പോ കാണാന്നാ പറയുന്നത്. ഫുഡ് 4 നേരം 5 നേരം 6 നേരം ഫുഡ്. ഓക്കെ, ചിലപ്പോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തീർത്തുമായിരിക്കും. നിർത്താണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും വന്ന് കൊല്ലണം കുത്തുന്നു. എന്തായാലും ഞാൻ വന്ന് പറയും ഗൈസ്.